അതുകൊണ്ട് ഈമാനുള്ള ജനങ്ങളെ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഈമാനുള്ള ജനങ്ങളെ, ഈമാനുള്ളവരെ, നിങ്ങളും ഹബീബിന്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുവീൻ. അപ്പൊ ഈമാനുള്ളവർക്ക് മാത്രമേ അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ ഒരുമിച്ച് കൂടാനും കഴിയൂ, അവിടുത്തെ പിന്നെ സ്വലാത്തു ചൊല്ലാനും കഴിയൂ, അവിടുത്തെ സ്നേഹിക്കാനും കഴിയൂ. ഈമാനില്ലാത്ത ഒരൊറ്റ മുസ്ലിമിനും ഹബീബിനെ സ്നേഹിക്കാനും കഴിയൂല, ഹബീബിന്റെ സദസ്സിൽ വരാൻ കഴിയൂല, ഹബീബിന്റെ പേര് സ്വലാത്തു ചൊല്ലാനും കഴിയില്ല. ഖുർആൻ തന്നെ വിളിച്ചു പറഞ്ഞത് ഈമാനുള്ള ജനങ്ങളെ, അല്ലാഹും അവന്റെ മലക്കുകളും മുത്തുനബിന്റെ പേര് സ്വലാത്തും സലാമും ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും സ്വലാത്തും സലാമും ചൊല്ലുവീൻ. അതാണ് ഈ ആയത്ത്. എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅ ഖുതുബന്നെടുക്ക് എല്ലാ പള്ളികളും ഖതീബുമാര് പാരായണം ചെയ്ത് ഏറ്റവും മഹത്വമുള്ള ആയത്ത് കേട്ടോ. അതുകൊണ്ട് ഈമാനുള്ള ജനങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, നമുക്ക് ദുനിയാവും അതിലുപരി ആഖിറം രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴി അത് മുത്തുനബിന്റെ മേലുള്ള സ്വലാത്ത് കേട്ടോ. ആ സ്വലാത്തിന്റെ പവർ എത്രയാണ് അവിടെ തന്നെ മുത്തുനബി പഠിപ്പിച്ചു. മൻ സല്ലല്ലാ അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ. മുത്തുനബിന്റെ മേൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിന്റെ മേൽ ഒരു സ്വലാത്ത് വല്ലവരും ചൊല്ലിയാൽ അവന്റെ മേൽ അല്ലാഹു 10 സ്വലാത്ത് ചൊല്ലും. അല്ലാഹു 10 സ്വലാത്ത് ചൊല്ലിയ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്വലാത്ത് ചൊല്ലിയ മനുഷ്യനിക്ക് അല്ലാഹു 10 ഗുണങ്ങൾ നൽകുന്നു. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു 10 ഗുണം ആ ചൊല്ലിയ മനുഷ്യനിക്ക് നൽകുന്നുണ്ട്. തീരുന്നില്ല. മുത്തുനബി പറയുന്നു വഹുത്തത അൻഹു അശ്റു ഖതീആത്ത്. ആ ഒരു സ്വലാത്ത് ചൊല്ലിയ കാരണം കൊണ്ട് അവന്റെ 10 ചെറുപാപങ്ങൾ അല്ലാഹു മായിച്ചു കളയുന്നു. പിന്നെയോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് അല്ലാഹു തആല അവനിക്ക് 10 ഹസനാത്തുകൾ അവനിക്ക് അല്ലാഹു നൽകുന്നു. 10 നന്മകൾ അല്ലാഹു രേഖപ്പെടുത്തി കൊടുക്കുകയാണ്. ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ അത്ര ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദിവസം ഒരു 50 സ്വലാത്ത് പതിവാക്കിയാൽ എത്ര ഗുണങ്ങളാണ് കിട്ടുന്നത്. നേരം പുലർന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് നമ്മൾ അറിയാതെ എത്ര തെറ്റുകുറ്റങ്ങളാണ് ജീവിതത്തിൽ വന്നു പോകുന്നത്, കടന്നു വരുന്നത്. ആ ചെറുപാപങ്ങൾ മുഴുവനും ഒരു സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുമ്പോൾ അല്ലാഹു മായിച്ചു കളയുന്നുണ്ട്. അതുകൊണ്ട് ഈ മജ്ലിസിൽ, ഇവിടത്തെ 50ാം വാർഷികം സ്വലാത്ത് മജ്ലിസിന്റെ ഈ ആത്മീയ മജ്ലിസിൽ എടുക്കേണ്ട പ്രതിജ്ഞ, ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ എന്റെ വരച്ച വഖ്ത് നിസ്കാരവും ഖളാ ആയി പോകൂല. ഞാൻ എന്റെ നാവ് കൊണ്ട് ഗീബത്ത് പറയൂല, നമീമത്ത് പറയൂല, ഭീഷണിപ്പെടുത്തൂല, യേശണി പറയൂല, ഒരാളെ കുറിച്ചും കള്ളത്തരം പറയൂല. എനിക്ക് അല്ലാഹ് തന്ന നാവ് അത് മുത്തുനബിന്റെ പേരിൽ സ്വലാത്തു ചൊല്ലാനാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതാനാണ്, അല്ലാഹുക്ക് ദിക്ർ ചൊല്ലാനാണ്, റബ്ബിനിക്ക് തസ്ബീഹ് പറയാനാണ്. ഈ നാവ് കൊണ്ട് ഞാൻ മുത്തുനബിന്റെ പേരിൽ ചുരുങ്ങിയതൊരു 50 അല്ലെങ്കിൽ ഒരു 100 സ്വലാത്തു ചൊല്ലാത്ത ഒരു ദിവസവും കഴിഞ്ഞു പോകൂല. ഇന്ന് തീരുമാനമെടുത്തോളൂ. മഹാന്മാർ
മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാം. ഒരു മനുഷ്യൻ ജീവിതത്തിൽ 50 സ്വലാത്ത് എണ്ണം പിടിച്ചു ചൊല്ലിയാൽ അവന് മരിക്കുന്നതിന് മുൻപ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവനെ മുസാഫഹത്ത് ചെയ്യാതെ അവൻ മരിക്കൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മളെ ഒന്ന് മുസാഫഹത്ത് ചെയ്താൽ നോക്കൂ മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ ശരീരം നരകത്ത് കടക്കുമോ? ഖബറിലേക്ക് വെക്കപ്പെട്ടാൽ നമ്മുടെ ശരീരത്തെ സർപ്പൻ വന്ന് കുത്തുമോ? തേള് വന്ന് കുത്തുമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മുസാഫഹത്ത് ചെയ്ത മനുഷ്യന് നരകത്ത് കടക്കൂല. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നത്, എണ്ണം പിടിച്ചിട്ടൊരു 50 സ്വലാത്ത് ഇന്ന് മുതൽ പതിവാക്കിക്കോളൂ. സ്വലാത്ത് വാർഷികത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരു ഗോൾഡൻ സമ്മാനമായിട്ട് ഈ മസ്ജിദിന്റെ ചാരത്തിൽ ദുആ കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ ഒന്ന് കിടന്നുറങ്ങുന്നതിന് മുൻപ് എണ്ണം പിടിച്ചിട്ട് 50 സ്വലാത്തിലേക്ക് ഈ വെള്ളിയാഴ്ച രാവ് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാര് ഇബ്രാഹിം നബി അലൈഹിമുസ്സലാമിന്റെ വിളിയാളം കേട്ട അല്ലാഹുവിന്റെ അതിഥികളായി പരിശുദ്ധ ഭൂമിയിലേക്ക് മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹാജിമാര്, ഹജ്ജാജിമാര് റബ്ബിന്റെ പ്രത്യേകമായൊരു സംഘമാണ്. ആ മുഅ്മിനീങ്ങൾ അവിടെ ഒരുമിച്ച് കൂടുമ്പോ നമുക്ക് ഈ പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങളിൽ വരുന്ന ഓരോ മഹത്വമുള്ള സമയങ്ങളിൽ നമുക്ക് ഈ വെള്ളിയാഴ്ച രാത്രി ഒരു പ്രതിജ്ഞ എടുക്കാം. ഞാൻ സ്വലാത്ത് എണ്ണം പിടിച്ച് 50 സ്വലാത്ത് ചൊല്ലുമെന്ന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ച് റബ്ബിന്റെ തൃപ്തി ആഗ്രഹിച്ച് ഇബാദത്ത് ചെയ്യാൻ നമുക്ക് കഴിയണം കേട്ടോ. ഈ മഹത്വമുള്ള പവിത്രതയുള്ള ഈ മജ്ലിസ്, ഈ മഹത്വമുള്ള രാവ് മദീനയിലേക്ക് സ്വലാത്ത് ചൊല്ലിയാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, വല്ലവനും വെള്ളിയാഴ്ച രാവും പകലും എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് എന്നിലേക്ക് നേരിട്ട് ആ സമയത്ത് തന്നെ എത്തിക്കപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നല്ലൊരു രാവിനാണ് നമ്മുടെ സ്വലാത്ത് വാർഷികത്തിന്റെ തുടക്കം. അൽഹംദുലില്ലാഹ്, മദീനയുമായിട്ട് കലക്ഷൻ ഇല്ലാതിരിക്കൂല. മുത്തുനബി നമ്മുടെ ഈ മജ്ലിസ് കാണാതിരിക്കൂല. നമ്മുടെ ഈ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ചത് എന്തിനാണ്? മുത്തുനബിന്റെ പേര് സ്വലാത്ത് ചൊല്ലാൻ, അതേ നസീഹത്ത് പറയാൻ, ഇവിടെ ഗീബത്ത് പറയാനല്ല, നമീമത്ത് പറയാനല്ല, ആരെയും കുറിച്ചും ഏശനി പറയാനല്ല, ആരെയും ഭീഷണിപ്പെടുത്താനുള്ള മജ്ലിസല്ല. ഇത് മുത്തുനബിന്റെ മജ്ലിസാണ്. യാ റസൂലല്ലാഹ് ഉൻളുർനാ ഉൻളുർ ഹാലനാ ഇസ്മഅ ഖാലനാ. മുത്തായ ഞങ്ങളെ ഈ മജ്ലിസ് കണ്ട് സന്തോഷിക്കണം റബ്ബേ, നീ ഖബൂലാക്കണം അല്ലാഹ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഖൽബൊന്ന് നന്നാക്കാൻ ശ്രമിക്കണം. നമ്മുടെ ഹൃദയത്തൊന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ആ ഹൃദയ ശുദ്ധീകരണത്തിനുള്ള നല്ല മെഡിസിനാണ് ദിക്ർ, നല്ല മെഡിസിനാണ് മുത്തുനബിന്റെ മേലുള്ള സ്വലാത്ത്. സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുമ്പോ, സ്വലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിക്കുമ്പോ നമ്മുടെ പാപങ്ങൾ അല്ലാഹ് പുറത്തു തരുന്നുണ്ടല്ലോ. സ്വലാത്ത് വർദ്ധിപ്പിക്കുമ്പോ പിന്നെ നമുക്ക് ആരോടും വെറുപ്പ് വരൂല, ഒരാളോടും വിദ്വേഷം വരൂല.
ദിക്റ് ചൊല്ലിയിട്ട് ഖൽബൊന്ന് നന്നായാൽ പിന്നെ ഒരാളോടും വെറുപ്പ് വരൂല, ഒരാളോടും പക വരൂല, ഒരാളെ കുറിച്ചും കുറ്റം പറയൂല, കുടുംബ ബന്ധം മുറിക്കൂല, ഭാര്യയും ഭർത്താവും തമ്മിലടിക്കൂല, ഉമ്മയും ബാപ്പയും മക്കളും തെറ്റി നിൽക്കൂല, അയൽപക്ക ബന്ധം മുറിച്ച് കളയൂല. ഇത് ഖൽബ് ശുദ്ധിയായവന്റെ അടയാളമാണ്. ആ ഖൽബ് ശുദ്ധിയാവാനുള്ള മെഡിസിൻ നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ലികുല്ലി ശൈഇൻ സഖാല, ഏതൊരു വസ്തുവ് കേട് വന്നാൽ അതിനെ നന്നാക്കാൻ ഇവിടെ സംവിധാനമുണ്ട്. നമ്മുടെ ഈ മൈക്ക് കേട് വന്നാൽ ഇവിടെ ഇത് നന്നാക്കാൻ സംവിധാനമുണ്ട്. ഇനി കൈയൊന്ന് ഒടിഞ്ഞു പോയാൽ സർജറി കൊണ്ട് നമുക്കതിനെ നന്നാക്കാൻ കഴിയൂ. ഓരോ ഉദാഹരണങ്ങൾ എടുത്താൽ ഏതൊരു വിഷയം കേടുപാട് സംഭവിച്ചാൽ അതിനെ നന്നാക്കാനുള്ള പ്രതിവിധി ഇവിടെയുണ്ട്. എന്നാൽ നമ്മുടെ ആത്മാവ്, നമ്മുടെ ശരീരത്തിലുള്ള ആത്മാവ്, ഹൃദയം അത് കേട് വന്നു പോയാൽ അതിനെ ശുദ്ധിയാക്കാൻ ദുന്യവിയായ ഒരു മെഡിസിന് കൊണ്ടും കഴിയൂല, ദുന്യവിയായ ഒരു ഡോക്ടറിനും കഴിയൂല, ഒരു വൈദ്യശാസ്ത്രത്തിനും കഴിയൂല. പിന്നെ ഖൽബ് കേടായാൽ അതിനെ ശുദ്ധീകരിക്കാനുള്ള മെഡിസിൻ എന്താണ്? മുത്തുനബി പറഞ്ഞു, സഖാലത്തുൽ ഖൽബി ദിക്റുല്ലാഹ്. മനുഷ്യന്റെ ഹൃദയം കേട് വന്നാൽ, ഹൃദയത്തിന് കേട് സംഭവിച്ചാൽ അതിനെ ശുദ്ധീകരിക്കപ്പെടുന്ന, അതിനെ നന്നാക്കാനുള്ള ഏറ്റവും വലിയ മരുന്ന് അത് ദിക്റുല്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റാണ്. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റുകളാണ്. ആ ദിക്റങ്ങ് ചൊല്ലി 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 ഒരു മനുഷ്യൻ റബ്ബിലേക്ക് ഖൽബങ്ങ് തിരിച്ചാൽ അവന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നു. അവന്റെ ഹൃദയം ശുദ്ധിയായാൽ അവന്റെ മുഖം നോക്കിയിട്ട് ആരെങ്കിലും എന്ത് വിളിച്ചു പറഞ്ഞാലും അതേ രൂപത്തിന് മറുപടി പറയൂല. വിവരദോഷികളെ വിവരക്കേട് വിളിച്ചു പറയുമ്പോ ഹൃദയം നന്നായവന്, നന്നായ മനുഷ്യൻ മറുപടി പറയൂല. ആ മനുഷ്യൻ അവിടെ അതാ ആ മനുഷ്യൻ അവനോട് മറുപടി പറയാതെ തിരിഞ്ഞു പോകുന്നു. ഈ രൂപത്തിന് നമ്മളായാൽ നമ്മുടെ നാട് നന്നാകും, നമ്മുടെ രാജ്യം നന്നാകും, ലോകം നന്നാകും, സർവരും നന്നായി കിട്ടും കേട്ടോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന മെഡിസിൻ അത് നമ്മൾ നല്ലവണ്ണം സ്വീകരിക്കണം. ആഴ്ച സ്വലാത്തുകൾ, മാസ സ്വലാത്തുകൾ അത് നമ്മൾ ഒഴിവാക്കിക്കൂടാ. കൂട്ടമായിട്ടൊന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് കൂട്ടമായൊന്ന് ദുആ ചെയ്യുമ്പോ ആരുടെ ദുആക്കാണ് ഇജാബത്തെന്നറിയില്ല, അവിടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമല്ലോ. അതുകൊണ്ട് തന്നെയല്ലേ മഹാന്മാര് പറഞ്ഞത്, ആ 40 ആൾ ഒരുമിച്ച് കൂടിയ സദസ്സുണ്ട്, ആ 40 ആൾ കൂട്ടത്തിൽ ദുആഇന് ഇജാബത്തുള്ള ഒരാളുണ്ടാകും. അതാരാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ 40 അല്ല, ഈ നാട്ടിൽ എത്രയോ മുഅ്മിനീങ്ങള് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മജ്‌ലിസ് അല്ലാഹ് കബൂലാക്കാതിരിക്കൂല. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇരിക്കുന്ന പലരുടെയും മാതാക്കള്, പിതാക്കള്, ബന്ധുമിത്രാദികള്, സഹപാഠികള്, സഹപ്രവർത്തകര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ സ്വലാത്ത് വാർഷികത്തിന്റെ മജ്‌ലിസിന്റെ അളമത്ത് കൊണ്ട് നീ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ലാഹ്.
എത്ര ഖബറാളികളാണ് ഈ പള്ളി മൈതാനയിൽ, എത്ര ഖബറാളികളാണ് നമ്മുടെ ബന്ധപ്പെട്ടവര് കിടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പലരും ഉപ്പമാർ, ഉമ്മമാർ, ജട്ടാനുജന്മാര്, ബന്ധപ്പെട്ടവര് ഈ ഖബർസ്ഥാനിയിലില്ലേ? നേരെ കിട്ടുമ്പോഴൊക്കെ ആരെങ്കിലും ദിനേന അല്ലെങ്കിൽ ആഴ്ചയിൽ തവണ ദിവസവും സിയാറത്ത് ചെയ്യുന്നവരുണ്ടോ? നമ്മൾ സിയാറത്ത് ചെയ്യണം. കഴിവിന്റെ പരമാവധി നമ്മുടെ ഉപ്പമാർ, ബന്ധപ്പെട്ട അഹ്ലുകാരെ അവർ സിയാറത്ത് പുരുഷന്മാര് ചെയ്യണം. അവിടെ ചെന്നിട്ട് അസ്സലാമു അലൈക യാ അബീ, അസ്സലാമു അലൈക യാ ഉമ്മീ എന്നൊന്ന് സലാം പറഞ്ഞ് ഒരു ഫാത്തിഹ ഓതിയിട്ട് തിരിച്ചു വരുമ്പോ ഖബറിൽ കിടക്കുന്ന ഉമ്മ, ഖബറിൽ കിടക്കുന്ന ഉപ്പാക്ക് എന്തൊരു സന്തോഷമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അവിടെ വെച്ചൊരു 3 സ്വലാത്ത്, കുറച്ച് സ്വലാത്ത് ചൊല്ലിയാൽ ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഖബറാടികൾ ശിക്ഷ അല്ലാഹു മാറ്റി കൊടുക്കുന്നതാണ്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ അത്തദ്കിറയിൽ രേഖപ്പെടുത്തി കാണാം. ഹസനുൽ ബസ്രി തങ്ങൾ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഒരു സ്ത്രീ വന്നിട്ട് ചോദിച്ചു, യാ ഓ ഹസനുൽ ബസ്രി തങ്ങളെ, എന്റെ മകള് ചെറുപ്പക്കാരിയായ എന്റെ മകള് മരിച്ചിട്ട് കുറച്ച് ദിവസമായി തങ്ങളെ. ആ മകളുടെ അഹ്വാലി, ആ മകളുടെ അവസ്ഥയൊന്ന് എനിക്ക് ഖബറിലെ അവസ്ഥ ഒന്ന് അറിഞ്ഞാ കൊള്ളാമായിരുന്നു. അതൊന്നും എനിക്ക് അറിഞ്ഞാൽ നന്നായിരുന്നു തങ്ങളെ. അവിടുന്ന് വന്ന സഹോദരി ഇബ്നതി മാതത് വഖദ് അഹ്ബബ്തു അൻ അറാഹാ ഫിൽ മനാമി, എന്റെ മകള് മരണപ്പെട്ടു തങ്ങളെ. ഒന്ന് സ്വപ്നത്തിൽ എന്റെ മകളുടെ അവസ്ഥ ഒന്ന് അറിഞ്ഞാ കൊള്ളാമായിരുന്നു. അതിന് വല്ല വഴിയും പറഞ്ഞു തരുമോ? ഹസനുൽ ബസ്രി തങ്ങളോട് ആ പെണ്ണെന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് പറഞ്ഞു, ഫഅല്ലിംനി സ്വലാത്തൻ നുസല്ലിഹാ ലഅല്ലി തറാഹാ. ഓ ഹസനുൽ ബസ്രി തങ്ങളെ, എനിക്ക് ആ എന്റെ മകളൊന്ന് കാണാൻ വല്ല ആഗ്രഹമുണ്ട്, വല്ല മാർഗം പറഞ്ഞു തരുമോ? ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞു, മോളെ, നിന്റെ മരണപ്പെട്ടു പോയ മകളുടെ ഖബറിലെ അവസ്ഥ അറിയാൻ ഞാൻ പറഞ്ഞൊരു സ്വലാത്ത് പറഞ്ഞു തരാം. അങ്ങനെ ആ പെണ്ണ് ഉറക്കിൽ ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞു കൊടുത്ത സ്വലാത്ത് ചൊല്ലിയപ്പോ ഫറഅത്ത് ഇബ്നതഹാ, ഉമ്മ തന്റെ മരിച്ചുപോയ മകളെ ഖബറിൽ വെച്ച് കാണുന്നു. വല്ലാത്ത രംഗമായിരുന്നു. ഉമ്മമാരെ ഉറൂസുകളും വാർഷികങ്ങളും നടത്തുമ്പോ അങ്ങാടിയിൽ ചന്തകൾ ചുറ്റിയിട്ട് നമ്മുടെ ജീവിതം തുലക്കുമ്പോ പുരുഷന്മാരുമായി കൂടിക്കലർന്നിട്ട് ജീവിക്കുമ്പോ ഓർത്തോളൂ, ഖബറെന്ന ജീവിതമുണ്ട്. അവിടെ ചന്തകളില്ല, അവിടെ ലൈറ്റുകൾ കിട്ടൂല, നിന്റെ വാട്സപ്പ് ഫ്രണ്ട്സുകളെ കിട്ടൂല, ഫേസ്ബുക്ക് ഫ്രണ്ട്സുകളെ കിട്ടൂല. മരിച്ചുപോയാൽ നിന്റെ കുടുംബക്കാര്, ബന്ധപ്പെട്ട ആളുകൾ മയ്യത്ത് കുളിപ്പിച്ച് പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കരിച്ചിട്ട് അതോ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, നിന്നെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതടാ, നിന്നെ മണ്ണിലേക്ക് തന്നെ മടക്കപ്പെടുന്നു. ഓ മണ്ണിൽ തന്നെ നിന്റെ പുനർജന്മം നിനക്ക് നൽകപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് നിന്റെ മക്കള്, ബന്ധപ്പെട്ട അഹ്ലുകാര്, നാട്ടുകാര് അതാ 3 പിടി മണ്ണ് വാരിയിട്ട് ഖബറിലേക്ക് ഇട്ടിട്ട് മറമാടി ദുആ ചെയ്തിട്ട് പിരിഞ്ഞു പോകുമ്പോ നിന്റെ
നിന്റെ ഖബറിൽ കൂട്ടുകാരില്ല. നിന്റെ ആ കൂട്ടുകാരനായ അന്യ പുരുഷനില്ല, അന്യ സ്ത്രീ നിന്റെ കൂടെ ഇല്ല. ഏകാന്തതയാണ്, വല്ലാത്ത ഇരുട്ടുള്ള മുറിയാണ്. അവിടെ ഓക്സിജൻ ലഭിക്കൂല, ഒരു വെളിച്ചവും ലഭിക്കൂല. ആ ഖബറിൽ കിടക്കുമ്പോൾ നമുക്ക് സ്വസ്ഥത വേണോ, സമാധാനം കിട്ടണോ? ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ ജീവിച്ചോളൂ. അന്യപുരുഷനുമായി കൂടി കലരണ്ട, തെറ്റിലേക്ക് പോകണ്ട, പരീക്ഷയുടെ പിന്നാലെ പോകണ്ട, ഹറാമിയത്ത് ചിന്തിക്കാതെ റബ്ബിന്റെ പൊരുത്തത്തിനായി ജീവിച്ചോ, രക്ഷപ്പെടാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ഉമ്മ ആ മകളെ ഖബറിന്റെ അകത്ത് കാണുന്നത് വല്ലാത്തൊരു രംഗം, നരകത്തിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്നതാണ്. ആ മകളുടെ കഴുത്തിലും കാലിലും അതേ ചുട്ടുപൊള്ളുന്ന ചങ്ങലയിട്ട് വലിച്ചിങ്ങനെ വലിക്കുന്നു. വല്ലാത്തൊരു പരീക്ഷണത്തിലാണ് ആ ഉമ്മ തന്റെ മകളെ കാണുന്നത്. അങ്ങനെ കണ്ടു വിഷമത്തോടെ പിറ്റേന്ന് ഹസനുൽ ബസരി തങ്ങളെടുത്ത് പോയിട്ട് ഉമ്മ പറഞ്ഞു, തങ്ങളെ എന്റെ മകളെ രംഗം വല്ലാത്തൊരു അവസ്ഥയിലാണ്, ഇതങ്ങി വിവരിച്ചു കൊടുത്തു. അങ്ങനെ പിറ്റേന്ന് ഹസനു ഫിൽ മനമി വഹിയ ഫിൽ ജന്നതി അലാ സരീരിൻ വഅലാ റസിഹാ താജ്. അതാ ഹസനുൽ ബസരി തങ്ങള് പിറ്റേന്ന് ഖബറിലുള്ള ആ ഉമ്മയുടെ മകളെ ഹസനുൽ ബസരി കാണുന്നത് എങ്ങനെയാണ്? ആ പെണ്ണ്, ആ മകള് ഉമ്മ കാണുമ്പോ നരകശിക്ഷയിലാണ്. ഈ ഹസനുൽ ബസരി തങ്ങള് കാണുമ്പോ സ്വർഗത്തിന് സന്തോഷത്തില് ഒരു കട്ടിലില് അതേ കിരീടം, രാജകീയമായ കിരീടം ധരിച്ചിട്ട് നല്ല രാജരാജ്ഞിയുടെ പ്രൗഢിയോടെ ആ പെണ്ണ് ഇരിക്കുന്നതാണ് ഹസനുൽ ബസരി തങ്ങൾക്ക് കാണുന്നത്. അങ്ങനെ ഹസനുൽ ബസരി തങ്ങൾ ചോദിക്കുകയാണ്, ഹസനുൽ ബസരി തങ്ങളോട് ആ പെണ്ണ് ചോദിക്കുകയാണ്, യാ ശൈഖു അമാ തഅരിഫുനി, എന്നെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല ഇല്ല, എനിക്കറിഞ്ഞിട്ടില്ല. ആ പെണ്ണ് പറഞ്ഞു, ഇന്നലെ എന്റെ ഉമ്മ നിങ്ങളെ സമീപിച്ചപ്പോ നിങ്ങളൊരു എന്റെ മകളെ സ്വപ്നം കാണുമെന്ന് പറഞ്ഞ് ഒരു ഉമ്മ വന്ന് ചോദിച്ചപ്പോ നിങ്ങൾ പരിഹാരം പറഞ്ഞു കൊടുത്തു. എന്റെ ഉമ്മ കണ്ടത് വല്ലാത്തൊരു രംഗമായിരുന്നു. ആ മകളാണ് ഇപ്പൊ സ്വർഗത്തിലിരിക്കുന്നത് തങ്ങളെ. അപ്പൊ ഹസനുൽ ബസരി തങ്ങൾ ചോദിച്ചു, മോളെ അതിന്റെ കാരണം എന്താണ്? നീ ഇന്ന് ഈ സമയത്ത് ഇത്രയും വലിയ പവർ ലഭിക്കാൻ എനിക്ക് കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോ ഹസനുൽ ബസരി തങ്ങളോട് ആ പെണ്ണ് പറയുന്ന മറുപടി, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതാ സഹോദരി പറയുന്നു, മർറ ബിമഖ്ബറതിനാ റജുലുൻ ഫസല്ലാ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകാന ഫിൽ മഖ്ബറതി 560 ഇൻസാനാ ഫിൽ അദാബി. ഞാൻ ഉൾപ്പെടെയുള്ള ഈ ഖബർസ്ഥാനിൽ 560ഓളം ഖബറാളികൾ വല്ലാത്ത ശിക്ഷ അനുഭവിക്കുന്നുണ്ട് തങ്ങളെ. അങ്ങനെ എന്റെ ഉമ്മ കണ്ടതിന്റെ പിറ്റേന്ന് അതാ ഞങ്ങളെ ഖബറിന്റെ അരികിലൂടെ നല്ലൊരു സ്വാലിഹായൊരു മനുഷ്യന് ഹബീബായ തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ഖബർസ്ഥാനിലൂടെ നടന്നുപോയി. ആ കാരണം കൊണ്ട് ഇർഫഉൽ അദാബ അൻഹും ബിബറകതി സ്വലാത്തി ഹാദർ റജുലി അലൻ നബിയിൽ കരീം. ഈ മനുഷ്യന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലിയ കാരണം കൊണ്ട്, ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ 560ഓളം പേര്
ഖബറിൽ അദാബ് അനുഭവിക്കുന്ന ഞങ്ങൾക്ക് അല്ല മോചനം തന്ന് ഞങ്ങളെ തൊട്ട് അദാബ് ശിക്ഷയെ അല്ല ഉയർത്തി കളഞ്ഞിരിക്കുന്നു തങ്ങളെ. ഇതൊരു സ്വലാത്തിന്റെ പവറെങ്കിൽ മുഅ്മിനീങ്ങളെ ഒന്ന് ഖബർ സിയാറത്ത് ചെയ്യണം. അവിടെ പോയൊന്ന് സ്വലാത്ത് ചൊല്ലിയിട്ടൊന്ന് ദ്വാരക്കണം. ഖബറാളികൾ നരകം ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഖബറിൽ അദാബ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ സ്വലാത്ത് കാരണം കൊണ്ട് അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമേ. മുതഅല്ലിമീങ്ങൾ ഖബറിന്റെ അരികിലൂടെ ഒരു മുതഅല്ലിം വിട്ട് കടന്നാൽ അവിടെ അല്ലാഹു അദാബ് നീക്കി കളയുമേ. അൽഹംദുലില്ലാഹ്, എന്തൊരു സന്തോഷമാണ്. ഈ മുതഅല്ലിമീങ്ങൾ ഇവിടെ പള്ളി ദർസുണ്ട്. സഖാഫി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ആ മുതഅല്ലിമീങ്ങൾ ഇവിടെ ഇൽമ പഠിക്കുമ്പോ, ഈ പള്ളിയുടെ മുകളിൽ വെച്ചിട്ട് ഖുർആൻ ഓതുമ്പോ ഈ ഖബർസ്ഥാനിയുള്ള മുഅ്മിനീങ്ങൾക്ക് എന്തൊരു സുഖകരമാണ്. ഇവിടെ സ്വലാത്ത് മജ്ലിസ് നടക്കുമ്പോ ഖബറാളികൾക്ക് രക്ഷയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് സ്വലാത്തുകളും ദിക്റുകളുമായി കഴിഞ്ഞുകൂടി റബ്ബിന്റെ പൊരുത്തത്തിലായി നമുക്ക് ജീവിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.